നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ച കുംഭം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 മുതൽ 2030 വരെ വ്യാഴം, ശനി, രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നിലവിൽ നിങ്ങളുടെ രാശിയുടെ ജന്മഭാവത്തിൽ അഥവാ 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവാണ്. ജ്യോതിഷപ്രകാരം രാഹു നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാവത്തിലായിരിക്കും കേതുവിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാശിയുടെ 7-ാം ഭാവത്തിൽ കേതുവും നിലയുറപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ രാശിയുടെ 2-ാം ഭാവത്തിൽ ശനി ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. കൂടാതെ ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴം ഈ കഴിഞ്ഞ ജൂൺ 2-ന് നിങ്ങളുടെ രാശിയുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 2027 ജൂലൈ മാസം വരെ വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവത്തിൽ തന്നെ തുടരും. നിലവിൽ രാഹു നിങ്ങളുടെ ജന്മരാശിയിലാണ് നിൽക്കുന്നത്. രാഹു ജന്മരാശിയിൽ അഥവാ 1-ാം ഭാവത്തിലേക്ക് വന്നത് മുതൽ, അതായത് കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായി നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും വലിയ അസ്ഥിരതയോ മാറ്റങ്ങളോ അനുഭവപ്പെടുന്നുണ്ടാകും. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ പലവിധ കാര്യങ്ങളിലേക്ക് കാട് കയറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. നിലവിലുള്ള അറിവുകളിൽ ഒതുങ്ങി നിൽക്കാതെ വ്യത്യസ്തമായ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കണമെന്ന ശക്തമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ടാകും. പുതിയതായ എന്തെങ്കിലും ബിസിനസ്സോ പ്രൊജക്റ്റോ തുടങ്ങാനുള്ള ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വലിയ പ്ലാനിങ്ങുകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിരന്തരം നടക്കുന്നുണ്ടാകും. ജ്യോതിഷത്തിൽ രാഹുവിനെ ഒരു നിഴൽ ഗ്രഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭൗതികമായി നമുക്ക് രാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിലും മനുഷ്യന്റെ ചിന്തകളെയും ബുദ്ധിയെയും സ്വാധീനിക്കാൻ രാഹുവിന് വലിയൊരു കഴിവുണ്ട്. രാഹു 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് മനുഷ്യനെ അല്പം വിചിത്രമായ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. രാഹുവിന്റെ സ്വാധീനം കാരണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, കഠിനാധ്വാനം ചെയ്ത് പതുക്കെ വിജയം നേടുന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും ഒരു കുറുക്കുവഴി കണ്ടുപിടിച്ച് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നതായിരിക്കും. എന്നാൽ ഈ കുറുക്കുവഴിയിലൂടെ ലഭിക്കുന്ന ഫലം വളരെ വലുതും ശക്തവുമായിരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. കഴിഞ്ഞ 6-7 മാസമായി അല്ലെങ്കിൽ 1 വർഷമായി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംബന്ധമായ കോഴ്സുകൾ പഠിക്കാനോ പുതിയ വല്ല സാങ്കേതിക വിദ്യകളും കൈവശമാക്കാനോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മാറി തികച്ചും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് തിരിയുന്നതോ വഴി നിങ്ങൾക്കൊരു അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു നേട്ടം സ്വന്തമാക്കാനോ സാധിക്കുമെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടാകും. നിലവിൽ നിങ്ങളുടെ രാശിയുടെ 2-ാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 2-ാം ഭാവത്തിൽ ശനിയുടെ ഈ സഞ്ചാരം 2027 ജൂൺ 3 വരെ തുടരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ പറയുന്ന 2027 ജൂൺ 3 എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസം തരുന്ന ഒരു സുപ്രധാന തീയതിയാണ്. നിങ്ങളുടെ ജീവിതത്തെ ഏറെ നാളായി പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന 7.5 ശനി അന്നത്തോടെ പൂർണ്ണമായും അവസാനിക്കാൻ പോവുകയാണ്. കഷ്ടപ്പാടുകളുടെ കാലം കഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരാകാൻ പോകുന്ന തീയതിയാണിത്. 7.5 ശനി അവസാനിക്കാൻ പോകുന്ന തീയതി അടുത്തു വരികയാണെങ്കിലും ശനി ഭഗവാൻ നിങ്ങളുടെ 2-ാം ഭാവത്തിൽ തുടരുന്ന 2027 ജൂൺ 3 വരെ നിങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ ഭക്ഷണകാര്യങ്ങളിൽ നല്ല നിയന്ത്രണം വേണം. പുറത്തു നിന്ന് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തൊണ്ടയ്ക്ക് അസുഖങ്ങളോ ഇൻഫെക്ഷനോ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ചിലപ്പോൾ വളരെ നല്ല മൂഡിലായിരിക്കാം. മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് കാര്യങ്ങൾ ആസ്വദിക്കുകയോ തമാശ പറയുകയോ ചെയ്യുകയായിരിക്കാം. എന്നാൽ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ അഥവാ നിങ്ങളുടെ സംസാരത്തിന്റെ മൂർച്ച കാരണം മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഭാഷയോ പ്രയോഗങ്ങളോ കാരണം നല്ല രീതിയിൽ നിന്നിരുന്ന ആളുകൾ പോലും പെട്ടെന്ന് നിങ്ങളുടെ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകില്ലെങ്കിലും പിന്നീട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നോർത്ത് നിങ്ങൾ സ്വയം വിഷമിക്കും.
അതിനാൽ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കുക. 2-ാം ഭാവത്തിലെ ശനിയുടെ നെഗറ്റീവ് സ്വാധീനം കാരണം മുൻപൊരിക്കലും മദ്യപിക്കുകയോ അല്ലെങ്കിൽ അത്തരം തെറ്റായ ശീലങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ചില ആളുകൾ പോലും കഴിഞ്ഞ 1-1.5 വർഷമായി മദ്യപാനം പോലുള്ള ദുശ്ശീലങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ മോശം ദശയാണ് നടക്കുന്നതെങ്കിൽ ഈ പ്രവണത കൂടുതലായി കാണാം. ശനി 2-ാം ഭാവത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ 8-ാം ഭാവത്തെയും മറ്റു പ്രധാന ഭാവങ്ങളെയും ദർശിക്കുന്നുണ്ട്. ഈ ഒരു സ്വാധീനം കാരണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന 1 വർഷത്തിനുള്ളിലോ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലമോ വീടോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറിയിലേക്കോ ബിസിനസ്സിലേക്കോ ആവശ്യമായ വലിയ മെഷീനുകൾ, ഇരുമ്പ് സാധനങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയവ വാങ്ങുകയോ ചെയ്യാനുള്ള ശക്തമായ യോഗം കാണുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2027 ജൂൺ 3-ന് ശനി നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. അവിടെ 2.5 വർഷക്കാലം, അതായത് ഏകദേശം 2029 വരെ ശനി ഭഗവാൻ തുടരുന്നതായിരിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ശനി നിങ്ങളുടെ രാശാധിപനും ഒപ്പം 12-ാം ഭാവാധിപനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തും. 2027 ജൂൺ 3-ഓടെ ശനി 3-ാം ഭാവത്തിലേക്ക് മാറുന്ന നിമിഷം മുതൽ കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കും ശാശ്വതമായ പരിഹാരം ലഭിക്കും. ഏറെ നാളായി നിങ്ങളെ അലട്ടിയിരുന്ന പല്ലുവേദന, ദന്തസംബന്ധമായ മറ്റസുഖങ്ങൾ എന്നിവയിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അനാവശ്യ വഴക്കുകൾ, തർക്കങ്ങൾ എന്നിവയെല്ലാം അവസാനിക്കുകയും കുടുംബത്തിൽ സമാധാനം തിരിച്ചു വരികയും ചെയ്യും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ഇനി നിങ്ങളുടെ വീട്ടിൽ 8, 10, 12 വയസ്സൊക്കെ പ്രായമുള്ള ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ നേരിട്ടിരുന്നുവെങ്കിൽ അതും ഈ തീയതിക്ക് ശേഷം പൂർണ്ണമായും ഭേദമാകും. ജ്യോതിഷശാസ്ത്രത്തിലെ നിയമമനുസരിച്ച് ചന്ദ്രനിൽ നിന്നും 3-ാം ഭാവത്തിൽ ശനി വരുന്നത് എപ്പോഴും വളരെ മികച്ച ഫലങ്ങളാണ് നൽകുക. നിങ്ങളുടെ ലഗ്നാധിപൻ കൂടിയായ ശനി 3-ാം ഭാവത്തിലെത്തുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് മുന്നോട്ട് നയിക്കും. വ്യക്തിപരമായും ഔദ്യോഗികമായും വലിയ വളർച്ച നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ തേടി പുതിയ പുതിയ തൊഴിലവസരങ്ങൾ വരും. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അവ ജീവിതത്തിൽ വിജയകരമായി നടപ്പിലാക്കാനും തുടങ്ങും. 3-ാം ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ശനി നിങ്ങളുടെ 5-ാം ഭാവത്തെയും മറ്റ് പ്രധാന സ്ഥാനങ്ങളെയും ദൃഷ്ടി ചെയ്യുന്നത് വഴി നിങ്ങളുടെ ചിന്താശേഷിയും കഴിവുകളും വർദ്ധിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യത്തെക്കുറിച്ച് പറയാം. 2027 രാഹു നിങ്ങളുടെ 12-ാം ഭാവത്തിലുണ്ടായിരിക്കും. 2028 പകുതി വരെ രാഹു അവിടെ തന്നെ തുടരും. ഇതിനോടൊപ്പം തന്നെ 2027 ജൂൺ മുതൽ ശനിയുടെ ദൃഷ്ടിയും നിങ്ങളുടെ ഈ 12-ാം ഭാവത്തിലേക്ക് പതിക്കാൻ തുടങ്ങും. ജ്യോതിഷത്തിൽ 12-ാം ഭാവം എന്നത് വിദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദേശവുമായി ബന്ധമുള്ള രാഹുവും ശനിയും ഒരേ സമയം ഈ ഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ വിദേശകാര്യങ്ങളിൽ കുംഭം രാശിക്കാർക്ക് വൻ ലാഭവും പുരോഗതിയും ഉണ്ടാകും. വരുംകാലങ്ങളിൽ ഓൺലൈൻ വഴി ബിസിനസ്സോ ജോലിയോ ചെയ്യുന്ന കുംഭം രാശിക്കാർക്ക് വലിയ ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിലും യൂട്യൂബ് വഴിയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വിദേശത്തു നിന്ന് വലിയ പ്രൊമോഷനുകളോ വൻ പ്രൊജക്റ്റുകളോ നിങ്ങൾക്ക് ലഭിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വിദേശ കണക്ഷനുകൾ വഴി വലിയ സാമ്പത്തിക ലാഭമുണ്ടാകും. നിങ്ങൾ നിലവിൽ തന്നെ വിദേശത്ത് ജീവിക്കുന്നവരാണെങ്കിൽ 2027 ജൂണിന് ശേഷം നിങ്ങളുടെ സുവർണകാലമായിരിക്കും. ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ടായിരിക്കും. ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് യാത്രകളുമായി ബന്ധപ്പെട്ട ജോലികൾ, മാർക്കറ്റിംഗ്, സെയിൽസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ മുൻപ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ ടെൻഷനുകളും മാനസിക വിഷമങ്ങളും കുടുംബത്തിൽ നിന്നുണ്ടായിരുന്ന സ്ട്രെസ്സും പൂർണ്ണമായും ഇല്ലാതാകും. 2026 ഡിസംബർ മാസം മുതൽ രാഹു നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും മാറി 12-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ഈ വരുന്ന 2028 ജൂലൈ മാസം വരെ രാഹു ഈ 12-ാം ഭാവത്തിൽ തന്നെ തുടരും. ജ്യോതിഷപ്രകാരം രാഹു 12-ാം ഭാവത്തിലെത്തുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള 6-ാം ഭാവത്തിൽ കേതുവും നിലയുറപ്പിക്കും. രാഹു 12-ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക്
അവരുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട്ടിൽ നിന്നും മാറി ദൂരേക്ക് പോകേണ്ടി വരാം. ഉയർന്ന പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തിന് പുറത്തുള്ള വലിയ സിറ്റികളിലേക്ക് മാറി താമസിക്കാനോ ഉള്ള ശക്തമായ യോഗം ആദ്യം തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായേക്കാം. നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി വൻ പ്രൊജക്ടുകളോ ബിസിനസ് മീറ്റിങ്ങുകൾക്കോ വേണ്ടി കുറച്ചു നാളത്തേക്ക് വിദേശത്തേക്ക് പോകാൻ അവസരം ലഭിക്കും. യാത്രകൾ തടസ്സമില്ലാതെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. രാഹു 12ാം ഭാവത്തിലും കേതു 6ാം ഭാവത്തിലും ഒരേ സമയം വരുമ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലോ സുഹൃത്തുക്കൾക്കിടയിലോ ചില ശത്രുതകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് ചില ആളുകൾ നിങ്ങളുടെ കൂടെ വലിയ ഓഫീസ് പൊളിറ്റിക്സ് കളിച്ചേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഈ അനാവശ്യ കൂട്ടുകെട്ടുകൾക്കോ പൊളിറ്റിക്സിനോ നിങ്ങളുടെ ജീവിതത്തെയോ കരിയറിനെയോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇതിന് കാരണം ഇതേ കാലയളവിൽ നിങ്ങളുടെ കഠിനമായ 7ാം ശനി അവസാനിക്കുകയും ശനി ഭഗവാൻ നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുമെന്നതാണ്. ശനിയുടെ ഈ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ വലിയ പുരോഗതി തരികയും ചെയ്യും. നിങ്ങൾ പുതിയ മേഖലകളിൽ ജോയിൻ ചെയ്യുകയും പുതിയ തുടക്കങ്ങൾ കുറിക്കുകയും ചെയ്യും. 2030 രാഹു നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് അഥവാ കർമ്മഭാവത്തിലേക്ക് പ്രവേശിക്കും. ജ്യോതിഷത്തിൽ 10ാം ഭാവത്തിലെ രാഹുവിന്റെ സംക്രമണം എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവിനെയാണ് സൂചിപ്പിക്കുന്നത്. 2030 രാഹു ഈ സ്ഥാനത്തെത്തുമ്പോൾ നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്ന വൻ മാറ്റങ്ങളെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ഉയർച്ചയും മാറ്റങ്ങളും ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ധനത്തിന്റെയും ലാഭത്തിന്റെയും അധിപനായ ബൃഹസ്പതി ഈ കഴിഞ്ഞ ജൂൺ 2 നിങ്ങളുടെ രാശിയുടെ 6ാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം വ്യാഴം ഇവിടെ തുടരും. ഇവിടെ ഇരുന്നു കൊണ്ട് ബൃഹസ്പതി നിങ്ങളുടെ 12ാം ഭാവത്തെയാണ് ദൃഷ്ടി ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലിപ്പോൾ കല്യാണം, കുടുംബത്തിലെ പാർട്ടികൾ, മറ്റാഘോഷങ്ങൾ തുടങ്ങിയ മംഗളകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നടക്കുന്നുണ്ടാകും. നിങ്ങളിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും ഈ വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചിന്തകൾ അതിലേക്ക് മാറുകയും അത്തരം ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. വരാൻ പോകുന്ന 2028 ജൂലൈക്ക് മുൻപായി നിങ്ങളുടെ കയ്യിൽ നിന്നും വലിയ തുക ചെലവാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരു നല്ല കാര്യത്തിനായുള്ള ചിലവാണ്. കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെയോ കല്യാണം നടക്കുക, കുടുംബത്തിൽ വലിയ പൂജകൾ നടത്തുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പണം ചിലവാക്കിയില്ലെങ്കിൽ പോലും യാത്രകൾക്ക് വേണ്ടിയോ, പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങൾ പോലുള്ള ആത്മീയ യാത്രകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റ് സന്തോഷങ്ങൾക്ക് വേണ്ടിയോ ഈ പണം ചെലവായി പോകുമെന്ന് ഉറപ്പാണ്. 12ാം ഭാവത്തോടൊപ്പം ബൃഹസ്പതി നിങ്ങളുടെ 2ാം ഭാവത്തെയും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകൾ ആരംഭിക്കുകയാണ്. മുൻപ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെങ്കിൽ അതെല്ലാം പതുക്കെ പതുക്കെ മെച്ചപ്പെടും. ബൃഹസ്പതി നിങ്ങളുടെ 10ാം ഭാവത്തെ അഥവാ കർമ്മഭാവത്തെ നോക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മാനേജ്മെന്റ് സ്കില്ലുകൾ വളരെ മികച്ച രീതിയിൽ വർദ്ധിക്കും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യപ്പെടും. ഔദ്യോഗിക കാര്യങ്ങളിൽ വലിയൊരു മാനസിക പക്വത കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപ് നിങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന അസ്ഥിരതയും പ്രശ്നങ്ങളും മാറി അന്തരീക്ഷം വളരെ അനുകൂലമായി മാറും. വ്യാഴം നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് മാറുന്ന കാലയളവായ 2027 ജൂലൈ മുതൽ 2028 ജൂൺ വരെയുള്ള സമയം കുംഭം രാശിക്കാർക്ക് ഏറ്റവും മികച്ച വിവാഹയോഗമുള്ള സമയമാണ്. വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂലമായ മാറ്റങ്ങൾ കാരണം വിവാഹം നോക്കുന്ന കുംഭം രാശിക്കാർക്ക് ഈ 1.5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ഉറപ്പാണ്. ഇതിനൊപ്പം ബൃഹസ്പതി നിങ്ങളുടെ 1ാം ഭാവത്തെ നോക്കുന്നതിനാൽ മറ്റുള്ളവരെ സഹായിക്കാനും സാമൂഹിക സേവനങ്ങൾ ചെയ്യാനും നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും. വ്യാഴം നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് മാറുന്ന 2028 ജൂൺ മുതൽ 2029 ജൂൺ വരെയുള്ള ഒരു വർഷക്കാലം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തണം. ഭക്ഷണ രീതികളിൽ കൃത്യമായ ശ്രദ്ധ വേണം. ശരീരത്തിൽ കൊഴുപ്പ് കൂടാനും തടി വെക്കാനുമുള്ള പ്രവണത കൂടുതലായിരിക്കും. അതിനാൽ വ്യായാമത്തിലും ആഹാരത്തിലും നല്ലൊരു കൺട്രോൾ കൊണ്ടുവരണം.
നിങ്ങൾക്ക് നിലവിൽ 7.5 ശനിയുടെ അവസാന ഘട്ടമാണ് നടക്കുന്നത്. ശനിദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ എല്ലാ ദിവസവും ശനീശ്വര സ്തോത്രം 108 തവണ ഭക്തിയോടെ ജപിക്കുക. നിങ്ങളുടെ 7.5 ശനി പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ ഈ മന്ത്രജപം തുടരുന്നത് വളരെ ഉത്തമമാണ്. രാഹു ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകളും ആശയക്കുഴപ്പങ്ങളും മാറാൻ ചന്ദ്രപ്രീതി ആവശ്യമാണ്. ദിവസവും രാവിലെ ചന്ദ്രസ്തോത്രം 108 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും ദീർഘവീക്ഷണവും നൽകും. കുംഭരാശിക്കാരുടെ അടുത്ത 5 വർഷത്തെ ജ്യോതിഷ പ്രവചനങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.